സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസാരിക്കുന്നു തത്സമയം. അതിൽ ഞങ്ങൾ ഇന്നലെയും മാത്രമല്ല എല്ലാ കാലത്തും ഇത് നമ്മുടെ നിലപാട്. ആ നിലപാടിന് വ്യത്യസ്തമാവേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ താത്വിക അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. താത്വിക അവലോകനത്തിൽ ഞാനിപ്പോൾ പോയിട്ടില്ല. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നാണ്, അടഞ്ഞ അധ്യായമാണെന്നല്ല. രണ്ടും രണ്ടാണ്. കഴിഞ്ഞ അധ്യായമാണ്. അതിലേക്ക് ഇപ്പോൾ കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കടക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും ഭയമൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പോൾ പ്രായോഗികമായി ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ആ പരിപാടി നടക്കട്ടെ. വിശ്വാസികളുടെ പരിപാടിയാണ്, വർഗീയതക്കെതിരായിരിക്കും. അതിലാണ് ഞങ്ങളുടെ പിന്തുണ. അല്ലാതെ വിശ്വാസികൾ ഒരു പരിപാടി നടത്തുന്നത് കൊണ്ട് മാത്രമല്ല. ലോകത്തെവിടെയായാലും വിശ്വാസി എന്ന് പറയുന്നത് വർഗീയവാദികളല്ല. വിശ്വാസിക്ക് നല്ലതുപോലെ വിശ്വാസമുള്ളവർ തന്നെയാണ്. വർഗീയവാദിക്കോ വിശ്വാസമില്ല. വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ്. അതാണ് വർഗീയത. ഈ വർഗീയതയെ എതിർക്കാൻ നമ്മൾ കുറെ കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് ഇടതുപക്ഷക്കാരും മാത്രമല്ല. ഈ വർഗീയതയെ എതിർക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗാരാ പറഞ്ഞു? ആരാ? വിശ്വാസികൾ ഉൾപ്പെടെയാണ്. വിശ്വാസികളില്ലാതെ നമുക്ക് ഈ കേരളത്തിലെ ഇന്ത്യയിലെ വർഗീയതയെ പ്രതിരോധിക്കാനാവുമോ? നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇന്നേ വരെയുള്ള വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ തന്നെ ഒരു ഭാഗമാവും. കാരണം